ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥാവകാശം താങ്കളുടേതാണെന്ന് തെറ്റിദ്ധരിച്ച കൃഷിക്കാരുടെ പതനമാണ് ഈ വചനം. ഉടമസ്ഥൻ നൽകിയ വിശ്വസ്തത അവർ സ്വാർത്ഥത കൊണ്ട് നേരിട്ടു. പ്രിയപുത്രനെ തോട്ടത്തിന് പുറത്താക്കി കൊലപ്പെടുത്തിയതിലൂടെ അവർ താങ്കളുടെ തന്നെ വിധി എഴുതുകയായിരുന്നു. ഉടമസ്ഥാവകാശമല്ല, മറിച്ച് ഉത്തരവാദിത്തമാണ് ദൈവരാജ്യം. വീടു പണിക്കാർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറി. ഇത് തിരസ്കരിക്കപ്പെട്ടവൻ്റെ വിജയമാണ്. പാരമ്പര്യങ്ങൾ അപരപിക്കുന്നവർക്ക് ഈ വചനം ഒരു വിധിവാക്യമാണ്. കാരണം ദൈവരാജ്യ ഫലങ്ങൾ നൽകുന്നവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. മൂലക്കല്ലായ ക്രിസ്തുവിൽ പടുത്തുയർത്തക്ക ജീവിതങ്ങൾ തകർന്നു പോകും. ആത്മീയത എന്നതൊരു പദവിയല്ല, മറിച്ച് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന സമർപ്പണമാണ്. ഫലങ്ങൾ നൽകാത്ത തോട്ടങ്ങൾ തിരിച്ചെടുക്കപ്പെടും. മൂലക്കല്ലായ ക്രിസ്തുവിൽ നമുക്ക് അഭയം നേടാം. വചനമാകുന്ന അപ്പം നമ്മുടെ ജീവിതത്തിന് ഫലസമൃദ്ധിയാകട്ടെ.